കാറ്റത്തെ കിളിക്കൂടി പുതിയ എപ്പിസോഡിൽ ജ്യോതി നിധിയെ വിളിക്കുകയാണേ. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ സുഭാഷ് ചേട്ടൻ എങ്ങനെയുണ്ട്. അപ്പോൾ ജ്യോതി പറയുന്നുണ്ട് അത് സോറി എനിക്ക് ആൾ സെറ്റാകില്ല. അപ്പം നിധി ചോദിക്കുന്നുണ്ട് ആളെന്തെങ്കിലും പറഞ്ഞു എന്ന്. അപ്പം ജ്യോതി പറയുന്നുണ്ട് ആളൊന്നും പറഞ്ഞില്ല, 2-3 തവണ ഞാൻ കോൾ ചെയ്തായിരുന്നു. പക്ഷേ എന്നോട് അങ്ങനെ എനിക്ക് അങ്ങോട്ട് ശരിയാവും തോന്നുന്നില്ല. അയാൾ ഭയങ്കര ബോറിംഗ് ആണ്. എപ്പോൾ സംസാരിച്ചാലും സിമെൻറ്റ് കൂട്ടുന്നതിനെ പറ്റിയും കറി വെക്കുന്നതിനെ പറ്റി മാത്രം. അത് മാത്രം സംസാരിക്കുന്ന ഒരാളോട് എങ്ങനെ ജീവിക്കാനാ? വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കേണ്ടവർ പരസ്പരം ഷെയർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളില്ലേ? പുള്ളിക്കതൊന്നും അറിയില്ല. ഇത് ചോദിക്കുന്നുണ്ട് 2 ദിവസം കൊണ്ട് തീരുമാനം എടുക്കണമെന്ന്. അപ്പോൾ ജ്യോതി പറയുന്നുണ്ട് 2 ദിവസം കൊണ്ട് തന്നെ എനിക്ക് മതിയായി. ഒരുതരം അങ്കിൾ വൈബാണ് പുള്ളിക്ക്. സോറി തെറ്റായി തോന്നരുത് ശരിയെന്ന് പറഞ്ഞിട്ട് ജ്യോതി ഫോൺ കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സുഭാഷേട്ടനോട് ഹരീഷ് ചോദിക്കുന്നുണ്ട് സുഭാഷേട്ടൻ ആ കുട്ടിയെ വിളിച്ചിരുന്നു. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പോയിട്ടില്ല, ആ കുട്ടി ഇങ്ങോട്ട് 2-3 തവണ വിളിച്ചു. അപ്പോൾ നികേഷ് പറയുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് വേണം വിളിച്ച് സംസാരിക്കാനെന്ന്. അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല, ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ചാൽ തന്നെ എനിക്ക് എന്ത് സംസാരിക്കണമെന്നും അറിയില്ല. പിന്നെ അങ്ങോട്ട് വിളിച്ചെന്ത് സംസാരിക്കാനാ? എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനെ പറ്റി ചോദിച്ചാൽ അത് പറയാം, ജോലിയെ പറ്റി ചോദിച്ചാൽ അത് പറയാം, പിന്നെ നിങ്ങളെപ്പറ്റി ചോദിച്ചാലും എന്തെങ്കിലുമൊക്കെ പറയാം, അല്ലാതെ ഞാൻ എന്ത് പറയാനാ? അവ നിധി പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ സുഭാഷ് ചേട്ടനെ സുനന്ദയെ ആലോചിച്ചാലും ഒരു തവണയും കൂടെ പോയി അവിടെ പോയി ആലോചിക്കാം. സുഭാഷ് ചേട്ടന്റെ മനസ്സിൽ ഇപ്പോഴും സുനന്ദ, അതുകൊണ്ടാണ് ജ്യോതിയെ കണ്ടിട്ട് ആളുടെ മനസ്സിലൊരു സന്തോഷം ഇല്ലാത്തത്. അപ്പൊ സുധീഷ് പറയുന്നു അതിന് കാലങ്ങളായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറില്ലല്ലോ, അവര് നമ്മളെയൊന്നും മനുഷ്യന്മാരെ ഇപ്പോഴും കാണുന്നില്ല. കല്യാണം എന്ന് പറഞ്ഞു ചെന്നാല് അവരെന്തൊക്കെ ബഹളം ഉണ്ടാക്കുന്ന അറിയാവോ? അപ്പൊ നിധി നിങ്ങൾ സംസാരിക്കുന്നത് ഉള്ളിൽ ദേഷ്യവും വിഷമവും ഉള്ളതുകൊണ്ടാ. പക്ഷെ സുഭാഷേട്ടൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്, അവർക്ക് പരസ്പരം ഇഷ്ടമാണ്, നമ്മളത് മനസ്സിലാക്കണം. അന്ന് നിങ്ങളുടെ അമ്മാവനടിക്കുമ്പോൾ സുഭാഷേട്ടൻ നിന്ന് കൊള്ളുമായിരുന്നു, ഒന്നും തിരിച്ചു ചെയ്തില്ല. കാരണം എന്താ? താൻ കാരണം സുനന്ദയ്ക്കൊന്നും സംഭവിക്കരുത്. സുഭാഷേട്ടൻ്റെ ഓരോ പ്രവൃത്തിയിലും ഇപ്പോൾ ആവശ്യമോ കാണും. നിങ്ങൾ എന്ത് പറഞ്ഞാലും സുഭാഷേട്ടൻ അത് ചെയ്യുമെന്ന് നിങ്ങൾക്കറിയാം. പകരം നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ എന്ത് തെറ്റ്? അവർ ചിലപ്പോൾ ചീത്ത വിളിക്കായിരിക്കും സുഭാഷേട്ടന് വേണ്ടി. അത് കേൾക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? നിധി പ്ലീസ് എന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരും സമ്മതിക്കുകയാണത്. രാത്രി നിധി ഒറ്റയ്ക്ക് വെളിയിൽ നിൽക്കുന്ന കണ്ടിട്ട് സുധീഷ് അടുത്ത് ചെല്ലുന്നുണ്ട്. എന്താ ആലോചിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട് ഞാൻ സുഭാഷേട്ടൻ്റെ കാര്യം തന്നെയാണ് ആലോചിക്കുന്നത്. അവർക്ക് തമ്മിൽ ഇഷ്ടമില്ലെങ്കിൽ നമുക്കിത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ, ഇഷ്ടപ്പെട്ട രണ്ടാൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ സഹായിക്കാന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണ്. സുധീഷ് പറയുന്നുണ്ട് വളരെ നല്ല സ്വഭാവമാണ് നിധിയുടേത്. അപ്പോൾ നിധി താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. നിധിയും സുധീഷോട് നിന്ന് സംസാരിക്കുന്നത് സുഭാഷ് കാണുകയാണ്. അപ്പോൾ സുഭാഷ് വന്നിട്ട് ഹരീഷിൻ്റെ അടുത്തും നികേഷിൻ്റെ അടുത്തും പറയുകയാണെ എനിക്ക് ഉറപ്പാണ് ആ കുട്ടി നീ വീട്ടിട്ട് പോവില്ല, ഇവിടെ നമ്മുടെ കൂടെ കഴിയും, അവരൊന്നിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ചില വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ട്, ആ എല്ലാം ശരിയാവും. അവൻ നിധി എല്ലാവരോടും ചോദിക്കുന്നുണ്ട് സുനന്ദയുടെ വീട്ടിലേക്ക് പോകാലോ അല്ലേ? ആ സമയത്ത് സുഭാഷ് അവിടെ വരുന്നുണ്ട്. സുഭാഷ് ചോദിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്, എന്തോ സംസാരിച്ചിരിക്കും, ഞാൻ വരുമ്പോൾ അപ്പോഴത്തേക്ക് വിഷയം മാറ്റും, സത്യം പറയണം. അവൻ ഇത് പറയുന്നുണ്ട് അയ്യോ സുഭാഷ് ഞങ്ങൾ എന്ത് മറിക്കാനാ, എന്തെങ്കിലും മറിച്ച് തന്നെ സുഭാഷ് അപ്പം തന്നെ കണ്ടുപിടിക്കും. അപ്പോൾ സുഭാഷ് എല്ലാവരോടും നിങ്ങൾ എന്ത് ജോലിക്ക് പോകാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ സുധീഷ് ഭയങ്കരമായിട്ട് ഓവർ ആക്ടിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സുഭാഷ് ജോലിക്ക് പോയതിനു ശേഷം ഇത് പറയുന്നുണ്ട് അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചതിന് ശേഷം നമുക്കിത് സുഭാഷ് പറയാം. സുഭാഷ് ഒരുപാട് ഹാപ്പി ആവും. ആ സമയത്താണ് ഇവിടെ ഭാസ്കരൻ വരുന്നത്. അപ്പോൾ ഇത് ഭാസ്കരനെ വിളിക്കുകയാണ്. ഭാസ്കരനോട് ഇത് പറയുന്നു സുഭാഷ് സുനന്ദ ഇഷ്ടമാണ്, സുനന്ദയ്ക്കും തിരിച്ചിഷ്ടമാണ്, നമുക്ക് ചെന്ന് അവിടെ പെണ്ണ് ചോദിച്ചാലോ എന്ന്. ഭാസ്കരൻ ചിരിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് പഞ്ചായത്ത് കൂടിയെടുത്ത് തീരുമാനമാണ് അല്ലേ? ഈ കുട്ടി പുതിയതാ, കാര്യങ്ങൾ അറിയില്ലെന്ന് വെക്കാം, നിനക്കൊന്നും ഇത്രയും കാലമായിട്ട് വിവരം വെച്ചില്ലേടാ. അപ്പോൾ നിധി പറയുന്നുണ്ട് ഞാനാ ഈ ഐഡിയ പറഞ്ഞത്. അപ്പോൾ നിധി പറയുന്നുണ്ട് നമ്മൾ ചെന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ ഇത് നടക്കുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട് നാണം കിടാൻ നിൽക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും ആയിക്കോന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ കയറി പോകും. ഭാസ്കരൻ പറയുന്നുണ്ട് അവരിത് സമ്മതിക്കാനും പോകുന്നില്ല, നീ ആഗ്രഹിച്ചത് നടക്കാനും പോകുന്നില്ല. ഇനി എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ച് അവർ സമ്മതിച്ചാൽ തന്നെ ഞാൻ അവളെ ഈ പഠിക്കാത്ത കേട്ടില്ല. അവള് പിൻവാതിൽ വഴി ഒളിച്ചും പാത്തും വരുന്നത് തന്നെ എനിക്ക് ഇഷ്ടം. അവളും അവളുടെ വീട്ടുകാരും കൂടെ ചെയ്തതോ ഇവർക്കെല്ലാം എതിരെ അവർ പരാതി കൊടുത്തില്ലേ, ഒരു ഫ്രോഡ് ഫാമിലി അവർ. അതോടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.